നിങ്ങൾ എവിടെയാണ് ഇന്ന്? നിങ്ങൾ ഓർത്തോന്ന് അറിയില്ല, ഇന്നലെ നിയമസഭയിൽ പിണറായി വിജയന്റെ ഒരു പ്രസംഗമുണ്ട് പോലീസ് അതിക്രമങ്ങളെ കുറിച്ച്. നേരത്തെ അൻവർ സൂചിപ്പിക്കുകയുണ്ടായി. അതിന് മറുപടി പറഞ്ഞ പിണറായി വിജയൻ, ഞാൻ ജീവിച്ചത് സ്റ്റാലിന്റെ റഷ്യയിലല്ല, നെഹ്റുവിന്റെ ഇന്ത്യയിലാണ്. സഖാവ് പിണറായി വിജയൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഇതിപ്പോൾ പിണറായിയുടെ കേരളമാണ്. നെഹ്റുവിന്റെ ഇന്ത്യ എന്ന് നെഹ്റു ഭരിച്ചത് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് മർദ്ദനമേറ്റു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് പോലീസിൽ നിന്ന് അതിക്രമം ഉണ്ടായി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. പോലീസ് നിങ്ങളോട് മാന്യമായി പെരുമാറിയില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, അതിനോട് നിങ്ങൾ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? തനിക്ക് സംഭവിക്കേണ്ടി വന്ന ഒരു ദുരന്തം, താൻ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ദുരന്തം ഈ മലയാളത്തിലെ ഒരു മനുഷ്യനും ഏൽക്കരുത് എന്ന് കരുതിയിട്ടല്ലേ 9 കൊല്ലം നിങ്ങൾ ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി നിൽക്കുമ്പോൾ ചെയ്യേണ്ടത്? എന്താ നിങ്ങൾ ചെയ്തത്? ഇത് പിണറായിയുടെ കേരളമല്ലേ? 9 വർഷമായില്ലേ ഭരിക്കണത്? 17 കസ്റ്റഡി മരണങ്ങൾ നടന്നു. അത് നെഹ്റുവിന്റെ ഇന്ത്യയാണോ? 17 കസ്റ്റഡി മരണങ്ങൾ നടന്നത് നെഹ്റുവിന്റെ പഴയ ഇന്ത്യയിലാണോ? മിസ്റ്റർ പിണറായി, നിങ്ങളുടെ കേരളത്തിലാണ്. ഈ കേരളത്തിൽ തീരുന്നില്ല. കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ, കോടതിയിൽ CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപേക്ഷകൾ കുമിഞ്ഞുകൂടുകയാണ്. എന്തിനാത്? നിങ്ങൾ ഒരു മനുഷ്യനോട് തന്റെ പോലീസ് സ്റ്റേഷൻ മാന്യമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്തിനാ CCTV? അതിന്റെ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷകൾ, CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷകൾ കുമിഞ്ഞുകൂടുകയാണ്. സഖാവ് പിണറായി വിജയ, നിങ്ങൾ വെടിവെച്ചു കൊന്നത് 8 കമ്മ്യൂണിസ്റ്റുകളെയാണ്, നക്സലേറ്റുകളെയാണ്. മിസ്റ്റർ വിജയൻ, അത് നെഹ്റുവിന്റെ ഇന്ത്യ അല്ല, പിണറായിയുടെ കേരളമാണ്. ഒരു കാര്യം കൂടെ പിണറായി വിജയൻ ഓർക്കണം. പിണറായി വിജയന്റെ കേരളം പോലെയായിരുന്നു നെഹ്റുവിന്റെ ഇന്ത്യയെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ നിങ്ങൾ കാണുമായിരുന്നില്ല. കാരണം നിങ്ങളാണ് 8 കമ്മ്യൂണിസ്റ്റുകളെ ഇവിടെ വെടിവെച്ചു കൊന്നത്. 8 കമ്മ്യൂണിസ്റ്റുകളെ. നിങ്ങളും കമ്മ്യൂണിസ്റ്റ് അല്ലേ പിണറായി വിജയ? അവർ പിടിക്കുന്നതും നിങ്ങൾ പിടിക്കുന്നതും ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ ഒന്നല്ലേ? ഒരേ മാർക്സ് അല്ലേ? ഒരേ എംഗൽസ് അല്ലേ? ഒരേ കമ്മ്യൂണിസം അല്ലേ? തീവ്രവാദം കൂടാം. എന്നിട്ട് സ്വന്തം വർഗത്തിൽപ്പെട്ട 8 പേരെ ഓടിച്ചിട്ട് വിട്ട് പിറകിൽ നിന്ന് പോലീസിനെ കൊണ്ട് വെടിവെച്ച് കൊന്നത് ഈ പിണറായി വിജയനാണ്. എന്നിട്ട് ഉളുപ്പില്ലാതെ പറയാണ് ഞങ്ങള് നെഹ്റുവിന്റെ ഇന്ത്യയിൽ നിന്ന് പീഡനം ഏറ്റുവാങ്ങിയെന്ന്.